സ്വന്തം അമ്മയുടെയും പെങ്ങന്മാരുടെയും വീഡിയോ അടക്കം കാണാൻ വേണ്ടിയിട്ട് SK മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കോണ്ടന്റ്സ് ചെയ്യേണ്ടെന്ന് കരുതിയതാണ് ഈ ഒരു ചാനലിലൂടെ. പക്ഷേ ഇത് അത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മളെ ഒരു അവയർനെസ് പോലെ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാന്ന് കരുതിയത്. വേറെ ഒന്നിനെ കുറിച്ചിട്ടല്ല. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ടെലിഗ്രാം ആയിക്കോട്ടെ, ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ദോഷവശം കൂടിയുണ്ട്. അപ്പോൾ അതിലെ നമുക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നി എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ അല്ലെങ്കിൽ മറ്റു ഒന്നും കാണാത്ത ഒരാളാണ്. തിയേറ്ററിൽ പോയിട്ടാണ് ഞാൻ അധികവും പടം കാര്യങ്ങളൊക്കെ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ടെലിഗ്രാം യൂസേജും ഞാൻ വളരെയധികം കുറവാണ്. ഈ അടുത്ത് വർക്കിൻ്റെ ഒരു ആവശ്യത്തിന് ഒരു ഡ്രൈവ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെലിഗ്രാം രണ്ടാമത് റീഓപ്പൺ ചെയ്യുന്നത്. എനിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയായിരുന്നു ടെലിഗ്രാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ടെലിഗ്രാം എടുത്ത സമയത്ത് എൻ്റെ തന്നെ കസിൻ്റെ നമ്പറിൽ നിന്ന് എനിക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നതായിട്ട് ഞാൻ കണ്ട്. വളരെ വിയേർഡായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത്. ഞാനിത് കണ്ട ഉടനെ സ്പോട്ടിൽ ആൾക്ക് വിളിച്ച് എൻ്റെ സംശയം ക്ലിയർ ചെയ്തു. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ആണ്, പല രീതിയിലുള്ള കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ വിശ്വാസമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആളെ വിളിച്ച് ഇതിനെ കുറിച്ചിട്ട് ക്ലാരിഫൈ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആള് കഴിഞ്ഞ ദിവസം, അതായത് ഈ ഒരു മെസ്സേജ് എനിക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഒരു ഫിലിം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിലിം ഡൗൺലോഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡൗട്ട് ക്ലിയർ ആയി. അതായത് നമ്മൾ ഭൂരിഭാഗം ആളുകളും OTT പ്ലാറ്റ്ഫോം, അതായത് ടെലിഗ്രാം പോലുള്ള സൈറ്റിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ടെലിഗ്രാം പോലുള്ള സോഫ്റ്റ്വെയറിൽ നിന്നിട്ട് ഫിലിമും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് ഓരോ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ആളുകളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിലിമും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നത്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ചോർന്നു കൊണ്ടുവന്ന് നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാറില്ല. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഉടനെ ആ ഒരു ഫോണിൽ അല്ലെങ്കിൽ ആ ഒരു മൊബൈലിലുള്ള ഫുൾ കോണ്ടാക്ട്സിലേക്ക് ഒരു അനോണിമസ് മെസ്സേജ് പോവാണ്. പക്ഷെ ആ മെസ്സേജ് പോകുന്നത് ഈ ഒരു യൂസറോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഈ ഒരു സിം യൂസ് ചെയ്യുന്ന ആളോ അറിയുന്നില്ല. ഇതിൽ 2 തരം കേസുകൾ വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മുടെ കോണ്ടാക്ട്സിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ആളുകൾ, ഞാൻ ശ്രദ്ധിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ഒരു മെസ്സേജിനെ കണ്ട് ആൾക്ക് വിളിച്ചിട്ട് ചിലപ്പോൾ ക്ലാരിറ്റി ചോദിച്ചേക്കാം. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ, അത് ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കാര്യത്തിനെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ കാര്യങ്ങളും ആ രീതിയിലാണ് നടക്കുന്നത്. നമ്മൾ ഡെയിലി സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ്. പല ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്താണ് നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് ഇതുപോലുള്ള ഇഷ്യൂ പുറത്തു കൊണ്ടുവരികയും അതിലുള്ള 1-2 പേരെ പൊക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്ട്രീം പോൺ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ തൊട്ട്, അതായത് നിങ്ങൾക്ക് ആരെയാണോ അങ്ങനെ കാണേണ്ടത്, നേക്കഡായിട്ട് കാണേണ്ടത്, അവരുടെ ഫോട്ടോസ് അവിടെ കൊണ്ടൊന്ന് അയച്ചു കൊടുത്താൽ അത് മാറ്റി പോസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന സെക്ഷൽ പെർവേർട്ടുകളുടെ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തതിന്റെ അന്ന് തൊട്ട് ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് വരാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിനക്ക് ഞങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ടെലഗ്രാമിന് അതിന് ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അല്ല നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നീ പറ്റുന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്പിൾ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. സ്വന്തം കുഞ്ഞിനെ വരെ, അതായത് 2 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ വരെ വളരെ വിയേർഡായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തോട് അന്ന് സംസാരിക്കുകയും ആൾ അദ്ദേഹത്തെ പൊക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ടെലിഗ്രാമിലൂടെ 18 വയസ്സാവാത്ത ചെറിയ ആളുകൾ, അതായത് 18 വയസ്സ് പോലും തികയാത്ത ചെറിയ ആൺകുട്ടികൾ മുതൽ പെൺകുട്ടികൾ വരെ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലിങ്ക് അയച്ചു കൊടുക്കുന്നു. പല ആൾക്കാരുടെയും പേര് അല്ലെങ്കിൽ പല നടിമാരുടെയും പല നടന്മാരുടെയും പേര് വെച്ചിട്ട് പല ലിങ്കും ക്രിയേറ്റ് ചെയ്ത് ഫേക്ക് AI വീഡിയോസ് ഉൾപ്പെടെ ഇറക്കിയിട്ട് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് നേടിയെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു പാഷനായിട്ടായിട്ട് അല്ലെങ്കിൽ അവർ ഇതിൽ നിന്നൊരു ഹരം കണ്ടെത്തുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇതിൽ നിന്നൊരു വരുമാന മാർഗം കൂടി അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ നിന്നൊരു വരുമാനം അതെങ്ങനെയാണെന്നല്ലേ, അതായത് സ്വന്തം അമ്മയുടെയും പെങ്ങന്മാരുടെയും വീഡിയോ അടക്കം കാണാൻ വേണ്ടിയിട്ട് 1000-10,000 കൊടുത്തിട്ട് വീഡിയോസ് മേടിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഇപ്പോൾ ഈഗിൾ ഗെയിമിംഗ് അന്ന് പുറത്തുവിട്ട കാര്യം എന്ന് പറയുന്നത്, സ്വന്തം അമ്മയുടെ ആയിക്കോട്ടെ പെങ്ങളുടെ ആയിക്കോട്ടെ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫണ്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ആ ഫോട്ടോ വെച്ച് AI ഉപയോഗിച്ചിട്ട് നല്ല കിടിലനായിട്ട് വീഡിയോ ഇറക്കി തരും. ഇതാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന മാർക്കറ്റിംഗ്.
മറ്റ് ചിലരെന്ന് പറയുന്നത് ഇതിങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ ചാനലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇതിൽ നിന്നൊരു ഹരം കണ്ടെത്തുന്നു. അങ്ങനെയാണ് മറ്റ് ചില ആൾക്കാർ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ പല ആൾക്കാരുടെയും വീഡിയോ അല്ലെങ്കിൽ പല ആൾക്കാരുടെയും ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമുക്ക് കാണേണ്ടി വന്നേക്കാം. ആദ്യം തന്നെ അവരെ തളർത്തി പറയാതെ അല്ലെങ്കിൽ അവരെ തള്ളി പറയാതെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു പുതിയ കാലമാണ്. AI ഒരുപാട് വളർന്നു നിൽക്കുന്ന കാലമാണ്. പലതും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. സോ ഒന്നിനെയും പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കാതെ ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമുക്കൊരു അനുഭവം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളെ അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതുപോലെ വരുന്ന സമയത്ത് അവരെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ അത് കണ്ട് രസിക്കാതെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, പുതിയ കാലമാണ്. AI അത്രയും വളർന്നിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ മാത്രം അറിഞ്ഞുകൊണ്ട് മാത്രം ഇതിനെ കുറിച്ചിട്ട് പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ പിന്നിലൊരു വലിയ മാഫിയ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ടെലിഗ്രാമിൽ ഒരുപാട് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരുപാട് ബോട്ട് അടക്കം ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു സിംഗിൾ ക്ലിക്കിൽ എന്താണ് നമുക്ക് വേണ്ടതെന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തരാനായിട്ട് ഒരുപാട് ബോട്ടായിട്ടുള്ള ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചാറ്റ്സ് ഉണ്ട് ഇന്ന് ടെലിഗ്രാമിൽ. ഞാൻ ടെലിഗ്രാമിനെ മാത്രമല്ല പറയുന്നത്, ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ടെല്ലാം നമ്മൾ അവെയർ ആയിരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം എന്താ വെച്ചാൽ നാളെ നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ് കണ്ട സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ബ്ലാങ്ക് ആവുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ബ്ലാങ്ക് ആയിപ്പോയി. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ ക്ലാരിറ്റി എനിക്ക് മനസ്സിലായത്. ഒരു സിംഗിൾ ക്ലിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു ബിസിനസ്സിനെ ഇന്ന് വളർത്തിയെടുക്കാൻ AI മതി. അതിൻ്റെ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, എന്ത് തരം അഡ്വർടൈസ്മെൻറ്റ് ആയിക്കോട്ടെ, ഇന്ന് AI മതി. അത് ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പെയ്ഡായിട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുകൊണ്ട് ആർക്കും ഇന്ന് AI വെച്ചിട്ട് എന്തും ചെയ്യാന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവരെ തള്ളിപ്പറയാതെ നമ്മൾ അതിനെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റു അതിൻ്റെ ആക്ഷൻസ് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺട്രവേഴ്സി ടോപ്പിക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസി അല്ലെങ്കിൽ കോൺട്രവേഴ്സി ടോപ്പിക്സ് കാണാനാണ് നമ്മുടെ ചുറ്റുള്ള ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതിനുള്ള ഫുൾ ആക്സസും നമ്മൾ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പെർമിഷൻ്റെ കാര്യം മുതൽ നമ്മളാണ് ഇതിനുള്ള എല്ലാ ആക്സസും കൊടുക്കുന്നത്. പക്ഷേ ഇത് പുറത്തു വിടുന്ന ആൾക്കാരെ നമ്മളോ കാണുന്നില്ല, നമുക്ക് അവരുടെ ഫേസോ കാണിച്ചു തരുന്നില്ല. അവരൊരു ഹൈഡായി നിന്ന് അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ട്രാപ്പിലായി പോവുകയാണ്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു അവയർനെസ് വീഡിയോ ആണ്. നമുക്കൊരു അനുഭവം വന്നു, അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. നിങ്ങളും അവെയറായിട്ട് ഇരിക്കുക, ഇതുപോലുള്ള ട്രാപ്പിലൊന്നും പെടാതിരിക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് മാക്സിമം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു കാലം എന്ന് പറയുന്നത് AI കൊണ്ട് ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന കാലമാണ്. സോ അതിൽ അവെയർ ആയിട്ട് ഇരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.